സംഖ്യ 31 അധ്യായം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേല്യരുടെ പ്രതികാരം മിദിയാൻകാരുടെ മേൽ നീ നടപ്പിലാക്കുക. അതിനുശേഷം നീ നിന്റെ ജനങ്ങളോട് ചേരും. മോശ ജനത്തോട് ഇപ്രകാരം പ്രസ്താവിച്ചു: നിങ്ങളിൽ നിന്ന് ആളുകളെ സൈന്യത്തിനായി സജ്ജരാക്കുവിൻ. മിദിയാനിൽ കർത്താവിൻ്റെ പ്രതികാരം വർഷിക്കാൻ അവർ മിദിയാൻകാർക്കെതിരെ ഒരുങ്ങട്ടെ. ഇസ്രായേൽ ഗോത്രങ്ങൾക്കെല്ലാം വേണ്ടി ഓരോ ഗോത്രത്തിനും 1000 പേരെ വീതം നിങ്ങൾ യുദ്ധത്തിനയക്കണം. അങ്ങനെ ഇസ്രായേൽ സഹസ്രങ്ങളിൽ നിന്ന് ഗോത്രത്തിന് 1000 പേർ വീതം നിർണയിക്കപ്പെട്ടു. യുദ്ധസജ്ജരായവർ 12000 പേർ ആയിരുന്നു. ഒരു ഗോത്രത്തിന് 1000 പേർ വീതമുള്ള സൈന്യമായി മോശ അവരെയും കയ്യിൽ വിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങളും ഭേരിക്കുള്ള കാഹളങ്ങളുമായി പുരോഹിതനായ എലയാസറിൻ്റെ മകൻ ഫിനെഹാസിനെയും യുദ്ധത്തിനയച്ചു. കർത്താവ് മോശയെ അനുശാസിച്ചതുപോലെ അവർ മിദിയാൻകാരോട് യുദ്ധം ചെയ്ത് പുരുഷഗണത്തെയാകെ കൊന്നൊടുക്കി. കൊല്ലപ്പെട്ട മിദിയാൻകാർക്ക് പുറമെ അവരുടെ രാജാക്കന്മാരെയും, അതായത് ഏവി, റെഖെം, സൂർ, ഹൂർ, റേബ എന്നീ 5 മിദിയാൻ രാജാക്കന്മാരെയും അവർ വധിച്ചു. ബയോറിൻ്റെ മകനായ ബാലാമിനെയും അവർ വാളിനിരയാക്കി. ഇസ്രായേല്യർ മിദിയാൻ സ്ത്രീകളെയും അവരുടെ കുഞ്ഞുങ്ങളെയും തടവുകാരാക്കി. അവരുടെ മൃഗത്തെയും കന്നുകാലിയെയും സമ്പത്തും പൂർണ്ണമായും കൊള്ള ചെയ്തു. അവരുടെ അധിവാസ സ്ഥലങ്ങളിലെ എല്ലാ പട്ടണങ്ങളും താവളങ്ങളും അഗ്നിക്കിരയാക്കി. സകല കൊള്ള മുതലും മനുഷ്യനിലും മൃഗത്തിലും പെട്ട ഓരോ കവർച്ചവസ്തുവും അവർ എടുത്തു. പിന്നീട് തടവുകാരെയും കവർച്ചവസ്തുവും കൊള്ള മുതലും പാളയത്തിലേക്ക് മോശയുടെയും പുരോഹിതനായ എലയാസറിൻ്റെയും ഇസ്രായേല്യ സമൂഹത്തിൻ്റെയും അടുക്കലേക്ക് ജെറീക്കോയുടെ ജോർദാന് ചേർന്നുള്ള മൊവാബ് സമതലങ്ങളിലേക്ക് കൊണ്ടുവന്നു. മോശയും പുരോഹിതനായ എലയാസറും സമൂഹ നേതാക്കളെല്ലാവരും അവരെ എതിരേൽക്കാൻ പാളയത്തിനു പുറത്തേക്ക് പുറപ്പെട്ടു. യുദ്ധസേനയിൽ നിന്ന് വരികയായിരുന്ന സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായ പട്ടാള ഉദ്യോഗസ്ഥന്മാരുടെ മേൽ മോശ രോഷം പൂണ്ടു. മോശ അവരോട് പറഞ്ഞു: നിങ്ങൾ സ്ത്രീഗണത്തെ മുഴുവൻ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നുവോ? നോക്കൂ, ഇവരാണ് ബാലാമിൻ്റെ വാക്കുപ്രകാരം പെയോർ വിഷയത്തിൽ കർത്താവിനോട് ഇസ്രായേല്യർ അവിശ്വസ്തത കാട്ടാനിടയാക്കിയത്. കർത്താവിൻ്റെ സമൂഹത്തിൽ മഹാമാരി ഉണ്ടാകുകയും ചെയ്തു. ആകയാൽ ഓരോ ആൺകുഞ്ഞിനെയും ശാരീരിക ബന്ധത്തിൽ പുരുഷനെ അറിഞ്ഞ സ്ത്രീഗണം മുഴുവനെയും നിങ്ങൾ വധിക്കുവിൻ. എന്നാൽ പുരുഷശയ്യ അറിഞ്ഞിട്ടില്ലാത്ത ഓരോ പെൺകുട്ടിയും നിങ്ങൾക്കായി ജീവിച്ചിരിക്കട്ടെ. നിങ്ങൾ 7 ദിവസം പാളയത്തിന് പുറത്തു തങ്ങണം. ജീവൻ നിഹനിച്ച ആരും, കൊല്ലപ്പെട്ടവനെ സ്പർശിച്ച ആരും, നിങ്ങളാകട്ടെ നിങ്ങളുടെ തടവുകാരാകട്ടെ, 3-ാം ദിവസവും 7-ാം ദിവസവും സ്വയം പാപമുക്തരാകണം. വസ്ത്രം, തോലുപകരണം, കമ്പിളിയുത്പന്നം, തടിയുരുപ്പടി എന്നിവയെല്ലാം നിങ്ങൾ ദോഷമുക്തമാക്കണം. പുരോഹിതനായ എലയാസർ യുദ്ധത്തിനു പോയിരുന്ന സേനാംഗങ്ങളോട് പറഞ്ഞു: കർത്താവ് മോശയോട് കൽപ്പിച്ച നിയമവ്യവസ്ഥ ഇതാണ്. സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ്, തകരം, ഈയം എന്നിങ്ങനെ അഗ്നിയിൽ സ്ഫുടം ചെയ്യാവുന്ന സാധനമൊക്കെയും നിങ്ങൾ തീയിലൂടെ കടത്തിവിടണം. അപ്പോൾ അത് ശുദ്ധിയുള്ളതാകും. വിമലീകരണ ജലത്താൽ അത് ദോഷമുക്തമാകണമെന്ന് മാത്രം. അഗ്നിയിൽ സ്ഫുടം ചെയ്യാനാവാത്തതൊക്കെയും നിങ്ങൾ വെള്ളത്തിലൂടെ കടത്തിവിടണം. 7-ാം ദിവസം നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കണം. അപ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവരാകും. അതിനുശേഷം നിങ്ങൾക്ക് പാളയത്തിലേക്ക് വരാം. കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു: നീയും പുരോഹിതനായ എലയാസറും സമൂഹത്തിൻ്റെ പിതൃതലവന്മാരും മനുഷ്യനിലും മൃഗത്തിലും നിന്ന് കൊള്ള മുതലായി പിടിച്ചവയുടെ കണക്കെടുക്കുക. യുദ്ധം ചെയ്യാൻ സൈന്യമായി ഇറങ്ങിയവർക്കും സമൂഹം മുഴുവനുമിടയിൽ നീ കൊള്ളവസ്തു തുല്യമായി ഭാഗിക്കണം. സൈന്യമായി ഇറങ്ങിയ പോരാളികളിൽ നിന്ന് കർത്താവിനുള്ള കപ്പമായി മനുഷ്യനിൽ നിന്നും കന്നുകാലിയിൽ നിന്നും കഴുതകളിൽ നിന്നും ആട്ടിൻപറ്റത്തിൽ നിന്നും 500-ന് 1 വീതം നീ ഈടാക്കണം. അവർക്ക് പകുതിയിൽ നിന്ന് അതെടുത്ത് കർത്താവിൻ്റെ കാണിക്കയായി പുരോഹിതനായ എലയാസറിനു നീ കൊടുക്കണം. ഇസ്രായേല്യർക്കുള്ള പകുതിയിൽ നിന്ന് മനുഷ്യനിൽ നിന്നും കന്നുകാലിയിൽ നിന്നും കഴുതകളിൽ നിന്നും ആട്ടിൻപറ്റത്തിൽ നിന്നും എല്ലാ മൃഗത്തിൽ നിന്നും 50-ന് 1 വീതം എടുത്ത് അത് കർത്താവിൻ്റെ ആലയത്തിൻ്റെ കാത്തുസൂക്ഷിപ്പുകാരായ ലേവായർക്ക് കൊടുക്കണം. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ മോശയും പുരോഹിതൻ എലയാസറും പ്രവർത്തിച്ചു.
സൈനികർ പിടിച്ചെടുത്ത കവർച്ചവസ്തുവിൻ്റെ അവശേഷിച്ച കൊള്ള മുതലായി ഉണ്ടായിരുന്നത് 6,75,000 ആടും 72,000 കന്നുകാലിയും 61,000 കഴുതകളും മനുഷ്യവ്യക്തികളായി പുരുഷശയ്യ അറിയാത്ത സ്ത്രീകളിൽ നിന്നുള്ള ആകെ 32,000 പേരും ആയിരുന്നു. പകുതിയായിരുന്നു യുദ്ധത്തിന് പോയവരുടെ പങ്ക്. ആടിൻ്റെ എണ്ണം 3,37,500. ആടിൽ നിന്ന് കർത്താവിനുള്ള കപ്പം 675 ആയിരുന്നു. കാളകൾ 36,000. കർത്താവിനുള്ള അവയുടെ കപ്പം 72. കഴുതകൾ 30,500. കർത്താവിനുള്ള അവയുടെ കപ്പം 61. മനുഷ്യവ്യക്തി 16,000. കർത്താവിനുള്ള അവരുടെ കപ്പം 32 പേർ. കർത്താവിൻ്റെ കാണിക്കയായി മോശ പുരോഹിതനായ എലയാസറിന് കപ്പം കൊടുത്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ യുദ്ധം ചെയ്ത ആളുകളിൽ നിന്നുള്ളത് ഇസ്രായേല്യർക്കായി മോശ പകുത്ത പകുതിയിൽ നിന്ന് സമൂഹത്തിൻ്റെ പകുതിയായി ആടുകളിൽ നിന്ന് 3,37,500 ഉണ്ടായിരുന്നു. കന്നുകാലികൾ 36,000 കഴുതകൾ 30,500 മനുഷ്യവ്യക്തികൾ 16,000 ആയിരുന്നു. ഇസ്രായേല്യരുടെ പകുതിയിൽ നിന്ന് മനുഷ്യനിൽ നിന്നും മൃഗത്തിൽ നിന്നും 50 1 വീതം വസൂലാക്കിയത് മോശ എടുത്ത് കർത്താവിൻ്റെ ആലയത്തിൻ്റെ കാത്തുസൂക്ഷിപ്പുകാരായ ലേവായർക്ക് കൊടുത്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. പിന്നീട് സൈന്യസഹസ്രങ്ങൾക്ക് ചുമതലക്കാരായ സഹസ്രാധിപന്മാരും ശതാധിപന്മാരും മോശയുടെ പക്കലണഞ്ഞു. അവർ മോശയോട് പറഞ്ഞു, നിന്റെ ദാസരായ ഞങ്ങളുടെ പക്കലുള്ള യോദ്ധാക്കളുടെ എണ്ണമെടുത്തു. ഞങ്ങളിൽ നിന്ന് ഒരാളും നഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ഓരോരുത്തരും കണ്ടെത്തിയ സ്വർണ്ണാഭരണങ്ങളായ തോൾവള, കൈവള, മുദ്രമോതിരം, കർണാഭരണം, മാല എന്നിവ കർത്തൃനിവേദ്യമായി ഞങ്ങളുടെ ജീവനെ പ്രതി പരിഹാരം ചെയ്യാൻ കർത്തൃസന്നിധിയിൽ സമർപ്പിക്കുന്നു. മോശയും പുരോഹിതനായ എലയാസറും അവരിൽ നിന്ന് സ്വർണ്ണനിർമ്മിത ഉരുപ്പടി മുഴുവനും സ്വീകരിച്ചു. സഹസ്രാധിപന്മാരിൽ നിന്നും ശതാധിപന്മാരിൽ നിന്നും അവർ കർത്താവിന് സമർപ്പിച്ച കാണിക്ക സ്വർണം ആകെ 16,750 ഷെക്കലായിരുന്നു. യോദ്ധാക്കൾ ഓരോരുത്തനും അവനവന് വേണ്ടി കവർന്നിട്ടുണ്ടായിരുന്നു. മോശയും പുരോഹിതനായ എലയാസറും കൂടി സഹസ്രങ്ങളുടെയും ശതങ്ങളുടെയും അധിപന്മാരിൽ നിന്ന് സ്വർണം സ്വീകരിച്ച് കർത്തൃസന്നിധിയിൽ ഇസ്രായേല്യർക്കുള്ള സ്മാരകമായി അത് സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുചെന്നു.